ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടൻ ശാലിനിയോട് പറയുവാണ്, പെട്ടിരിക്കുക മോളെ, എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളെ. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി. കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല കൈവിട്ടു പോവുകയാണെന്നല്ലോ എന്ന് ഓർക്കുമ്പോ വല്ലാത്ത ഒരു പെടച്ചില നെഞ്ചിനകത്തെ. മോളെ, എന്തെങ്കിലും ഒരു വഴി, ഇതൊന്ന് നീട്ടിക്കിട്ടാനോ സാവകാശം കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം മോളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുമോ? രാഘവേട്ടന്റെ ആ സങ്കടാവസ്ഥ മനസ്സിലാക്കി ശാലിനിക്ക് എന്തു പറയണമെന്നറിയാതെ ശാലിനി ഇരുന്ന് വിഷമിക്കുക. അച്ഛാ അത് എന്ന് പറയുമ്പോഴത്തേക്കും രാഘവേട്ടൻ പറയുന്നുണ്ട്, ഇല്ല അല്ലേ, എനിക്കറിയാം മോളെ, വല്ലാത്ത ഒരു ഊരാക്കുടുക്കില എന്നെ എന്റെ അനിയൻ പെടുത്തിയതേ. മോളെ, ഈ അകന്നിരിക്കുന്നവരെ അടുക്കുമ്പോഴേ സൂക്ഷിക്കണമെന്ന് പഴമക്കാരൊക്കെ പറയാറുണ്ട്. ഞാനതിവിടെ പലവട്ടം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കിട്ടാൻ പോകുന്ന കോടികളുടെ കണക്കിന് മുൻപിലേ എന്റെ അഭിപ്രായങ്ങൾക്കൊന്നും ആരും വില കൽപ്പിച്ചില്ല. ഞാൻ ആരാ ഇവിടെ? ഈ ഇരുത്തം വന്നുപോയ ഗ്രഹനാഥന്മാർക്ക് എന്നും എവിടെയും കിട്ടുന്നത് പുച്ഛവും അവജ്ഞയും മാത്രമായിരിക്കും. അത് പിന്നെ ഞങ്ങളെ പോലുള്ളവരുടെ ശാപവാ. ഞാൻ പറഞ്ഞതൊന്നും ആരും കേട്ടില്ല, എന്നാൽ മറ്റുള്ളവര് പറഞ്ഞതൊക്കെ അവര് കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതെല്ലാം നഷ്ടപ്പെടാനും പോവുക. രാഘവേട്ടന്റെ ആ സങ്കടം കണ്ട് ശാലിനി എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുവാണ്. പിള്ളച്ചേട്ടനും അടുത്ത് നിൽപ്പുണ്ട്. പിള്ളച്ചേട്ടൻ എന്തു പറയാൻ പറ്റും? ശാലിനി പറയുവാ, അച്ഛാ, നമ്മളിപ്പോ ഒരു സാവകാശം മേടിച്ചാൽ തന്നെ ഒരു 3-4 തവണ, അതിൽ കൂടുതലൊന്നും കിട്ടില്ലച്ചാ. ഇതിപ്പോ 15 കോടി എന്നൊക്കെ പറയുമ്പോ നമുക്ക് പെട്ടെന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന തുകയും അല്ലല്ലോ. ശാലിനി ഇങ്ങനെ രാഘവേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുകളിൽ നിന്നും സത്യഭാമ ഒരു രാക്ഷസിയെ പോലെ രാഘവേട്ടാ എന്ന് അലറുവാണ്. ഇവളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അത് കേട്ട് പാവം ശാലിനി ആ ചെയറിൽ നിന്നങ്ങ് എഴുന്നേറ്റ് നിൽക്കുക. സത്യഭാമയാണെങ്കിൽ കോപത്തിൽ ജ്വലിക്കുന്ന കണ്ണുമായിട്ട് ഇങ്ങോട്ട് വന്ന് ശാലിനി അങ്ങ് നോക്കുവാണ്. എന്നിട്ട് രാഘവേട്ടന്റെ ചോദിക്കുന്നത്, ആര് പറഞ്ഞു ഇവളെ ഇവിടെ കയറ്റി ഇരുത്താൻ? രാഘവേട്ടനും വിട്ടുകൊടുക്കുന്നില്ല. രാഘവേട്ടനും അതേ ദേഷ്യഭാവത്തിൽ തന്നെ, ഞാൻ വിളിച്ചിട്ടാ മോള് വന്നത്. അത് കേട്ട് സത്യഭാമ ഒരു പുച്ഛം, മോളോ? ആരുടെ മോള്? നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? ഒരു ബന്ധവുമില്ലാതെ വല്ലവന്റെയൊക്കെ കൊച്ചിനെയും കൊണ്ട് നടക്കുന്ന ഇവളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ. രാഘവേട്ടൻ, ഭാമേ, ദേ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ആരാ ഏതാ എന്താ എവിടുന്നാ സഹായിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ഇവളുടെ സഹായം കിട്ടാഞ്ഞിട്ടല്ലേ? എന്നാ കേട്ടോടി, ഈ വീടൊഴിഞ്ഞ് തെരുവിലോട്ട് ഇറങ്ങേണ്ടി വന്നാലും കടത്തിണ്ണയിൽ കിടക്കേണ്ടി വന്നാലും ഇവളുടെ ഒരു സഹായവും ഈ സത്യഭാമയ്ക്ക് വേണ്ട. ഇനി അതല്ല, വാങ്ങിച്ചേ വന്നു എന്നൊരവസ്ഥ വന്നാൽ ആ നിമിഷം വല്ല വിഷവും വാങ്ങിക്കഴിച്ച് ഞാനങ്ങ് മരിക്കും. എന്നാലും ഇവളുടെ മുന്നിൽ ഞാൻ കൈനീട്ടില്ല. സത്യഭാമയുടെ ഈ അഹങ്കാരത്തിന് പിള്ളയും പൊന്നിയും എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അവരുടെയൊക്കെ ഉള്ളിലങ്ങ് ദേഷ്യം അങ്ങ് പതഞ്ഞു പൊങ്ങുക. പക്ഷെ സത്യഭാമയുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സത്യഭാമ രാഘവേട്ടനോട് പറയുന്നു, അതുകൊണ്ട് ഞാൻ അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇവളോട് ഇവിടുന്ന് പോകാൻ പറ. എടി ഭാമേ, ശ്യാമ പപ്പിയെ വിളിക്കാൻ സ്കൂളിൽ ചെന്നിട്ടില്ല, അതുകൊണ്ട് പപ്പിയും കൊണ്ട് വന്നതാ ശാലിനി. എനിക്ക് ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ? ഇവൾ ഇപ്പോഴും എന്റെ മകന്റെ ഭാര്യയാണ്. സത്യഭാമ അത് കേട്ടിട്ടൊരു പുച്ഛവും പരിഹാസത്തിലും, ഓഹോ, അപ്പൊ അവകാശം സ്ഥാപിക്കാൻ വന്നതാണ് ഇവിടെ അല്ലേ? എന്നാ നീ കേട്ടോടി, ഈ എല്ലാ അവകാശം കൂടെ ഇപ്പൊ സർക്കാരിലേക്ക് കൊടുക്കാൻ പോവാ. വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ ഭാഗ്യവാ ആ ഭർത്താവിന്റെ വീട്ടിലെ ഐശ്വര്യം. പക്ഷെ ഇവിടെ വന്ന് കയറിയ രണ്ടും മുടിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന് കേറിപ്പോയല്ലോ. സത്യഭാമയുടെ ഈ കുത്തുവാക്കുകൾ കേട്ട് ശാലിനി ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിന്ന് കേൾക്കുവാണ്. അവിടുന്ന് എന്ന് ബന്ധം കൂടിയോ അന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ നാശം. ശാലിനി സങ്കടത്തോടെ രാഘവേട്ടനെ നോക്കുന്നുണ്ട്. രാഘവേട്ടനിരുന്ന് പല്ല് കടിക്കുക. സത്യഭാമ വീണ്ടും പറയുക, എന്റെ ഈ വീടിന്റെ അസ്ഥിവാരം അമ്മയും മക്കളും കൂടി അങ്ങ് ഇളക്കി. ഇനി ഇത് കീഴ്മേൽ മറിക്കുന്ന ഒരു ചടങ്ങ് കൂടിയേ ഉള്ളു. എത്രയും പെട്ടെന്ന് അതുകൂടി ഒന്നാക്കി തന്ന് ഞങ്ങളെ രണ്ടാളെയും കൂടി അതിലിട്ടൊന്ന് മൂടാവോ? സകല തോന്നിയവാസവും കാണിച്ചു വെച്ചിട്ട് സത്യഭാമയുടെ ഒരു അഹങ്കാര വർത്തമാനമേ. രാഘവേട്ടൻ എഴുന്നേറ്റ് അവിടെ ചെവിക്കുറ്റിക്ക് 2 കൊടുക്കണ്ടേ? എന്റെ രാഘവേട്ട, ഒരു കൈക്കല്ല ഉള്ളു സ്വാധീനക്കുറവ്, മറ്റേ കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ആ കൈ എന്തിനു വെച്ചിരിക്കുക? ഇപ്പോഴെങ്കിലും രാഘവേട്ട ഇവിടെ ചെവിക്കുറ്റി അടിച്ചു നിങ്ങൾ പൊട്ടിച്ചില്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ വലിയ നാശത്തിലേക്കായിരിക്കും നിങ്ങളുടെ പോക്ക്. ശാലിനി സങ്കടത്തോടെ, സത്യാമ്മേ വിളിക്കരുത് നീ അങ്ങനെ എന്നെ. രാഘവേട്ടൻ സഹിക്കാതെ ചാടി എഴുന്നേറ്റിട്ട്, ഭാമേ നീ പറയുന്നത് കേട്ടാ തോന്നുവല്ലോ, ഉപേന്ദ്രന്റെ കൂടെ ബിസിനസ് ചെയ്തേ
കോടികൾ ഉണ്ടാക്കാനുള്ള ബുദ്ധി പറഞ്ഞു തന്നതേ ശാരദാമ്മയും മക്കളുമാണെന്ന്. അച്ഛാ, ഒന്നും പറയണ്ട. ഇതേ നമുക്ക് പറ്റിയ ഒരു അബദ്ധവാ. അത് മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കരുത് ഫാമേ. ഇത് നമ്മളായിട്ടുണ്ടാക്കിയ കടവാ. അതിന് വന്നു കയറിയ മരുമക്കൾക്ക് ഒരു പങ്കുമില്ല. സത്യഭാമ അഹങ്കാരത്തോടെ ചോദിക്കുവാ, ഇവളുടെ ബലത്തിലാണോ രാഘവേട്ടൻ എന്നോട് തർക്കിക്കുന്നത്? താണ്ട് എനിക്ക് ഒരാളെയും പേടിയില്ല. ഇപ്പോഴും എന്റെ കാൽച്ചുവട്ടിലെ മണ്ണേ ഒലിച്ചു പോയിട്ടുമില്ല. എന്റെ രാഘവേട്ട, ആ ഊന്നുവടി കൊണ്ട് അവിടെ തലയ്ക്കൊന്ന് കൊടുക്ക്. ആ സമയത്ത് വിഷ്ണുവിന്റെ ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണു രാമുവേട്ടനെ കണ്ട് ചോദിക്കുന്നേ, എന്താ രാമുവേട്ട പ്രത്യേകിച്ച്? അറിയില്ല കുഞ്ഞെ, മേഡം പെട്ടെന്ന് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞു. സത്യഭാമ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ശാലിനിയോട് പറയുവോ, ഇറങ്ങടി ഇവിടുന്ന്. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ നിനക്ക് നാണമില്ലേടി? എടി, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. ഇത് വിഷ്ണു കേട്ടോണ്ട് അങ്ങോട്ട് വരികയാണ്. അത് കണ്ടിട്ട് വിഷ്ണു, അമ്മേ എന്താ അമ്മ ഇത്? ഒരല്പം മര്യാദയിൽ പെരുമാറാൻ പറ്റില്ലേ അമ്മയ്ക്ക്? അതേടാ, ഇവളോടൊക്കെയാണോ ഞാൻ മര്യാദ കാണിക്കേണ്ടത്? ഇവളുടെ പൊന്നനിയത്തിയെ നീ വിളിച്ചോണ്ട് പോയത് കൊണ്ടല്ലേ ഇവളുടെ കയറി വരാൻ കാരണം. അവള് പോയി പപ്പിയെ വിളിച്ചിരുന്നെങ്കിൽ ഇവള് പപ്പിയെ ആക്കാനാണെന്നും പറഞ്ഞ് ഈ കുടുംബത്തിലോട്ട് കയറി വരുമായിരുന്നോ? അത് കേട്ട് വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ ശ്യാമ വന്നില്ലേ ഇതുവരെ? എടാ, അവള് വന്നായിരുന്നെങ്കിൽ അവള് പോയി പപ്പിയെ വിളിക്കത്തില്ലായിരുന്നോ? വിഷ്ണു ആകെ നിന്ന് പതറുവാണ്. അയ്യോ, അപ്പൊ ശ്യാമ. അത് കണ്ട് ശാലിനി ചോദിക്കുന്നു, വിഷ്ണുവേട്ടാ, ശ്യാമ വിഷ്ണുവേട്ടന്റെ കൂടെ ഇല്ലേ? സത്യഭാമ അത് കേട്ടിട്ട്, ഓ അപ്പൊ അത് ശരി, അവളും അവളുടെ പാട്ടിന് പോയി അല്ലേ? ഇനി ഇവിടെ നിന്നാ പുറമ്പോക്കിൽ കിടക്കേണ്ടി വരുമെന്ന് ഓർത്ത് അവൾ അവളുടെ തന്നിഷ്ടത്തിന് പോയതായിരിക്കും. അമ്മയെന്ന് മിണ്ടാതിരുന്നേ. രോഹിത്തിനെ കാണാൻ പോയിട്ട് വരുമ്പോൾ ശ്യാമ വഴിയിൽ വെച്ചിറങ്ങി. എന്നിട്ട് ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഇതിപ്പോ ശാലിനി അവള് വീട്ടിൽ വന്നില്ലെന്ന് ഉറപ്പാണോ? വിഷ്ണുവേട്ട, അത് അവള് വീട്ടിൽ വന്നിരുന്നെങ്കിൽ പപ്പിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. ദൈവമേ, ശ്യാമ ഇത് എവിടെ പോയി? വിഷ്ണു ആകെ അങ്കലാപ്പോടെ നിൽക്കുന്ന കണ്ട് ശാലിനി ചോദിക്കുന്നു, വിഷ്ണുവേട്ട, രോഗത്തിനെ കാണാൻ പോയപ്പോഴവിടെ എന്താ സംഭവിച്ചത്? അത് അവൻ വരില്ലെന്നും പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്തി. പിന്നെ ചന്ദ്രബോസ് എന്തൊക്കെയോ പറഞ്ഞു. ഈശ്വര, എന്റെ ശ്യാമ. വിഷ്ണുവേട്ട, ഞാൻ അവളെ ഒന്ന് തിരക്കട്ടെ. ഞാനും വരാം. ഞാൻ ഏതായാലും അവൾ ഇറങ്ങിയിടത്തൊക്കെ ഒന്ന് നോക്കാം. ശാലിനി രാഘവേട്ടനോട് പറയുന്നു, അച്ഛാ ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ശാലിനി അവിടുന്ന് പോവുകയാണ്. ശാലിനിയുടെ പുറകെ വിഷ്ണു അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോ സത്യഭാമ പറയുക, വിഷ്ണു പോയവളൊക്കെ അങ്ങ് പോട്ടടാ, അവളെ നമ്മൾ ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. എന്റെ അമ്മേ, ഈ സമയത്തെങ്കിലും അല്പം മനസാക്ഷി കാണിക്ക്. വല്ലാത്ത കഷ്ടം തന്നെ എന്നും പറഞ്ഞ് വിഷ്ണു പുറത്തോട്ട് പോവാണ്. സത്യഭാമയോടെ കിടന്ന്, എടാ വിഷ്ണു പോകരുത്, എടാ വിഷ്ണു. വിഷ്ണു സത്യഭാമ വിളിച്ചിട്ട് നിൽക്കാതെ വിഷ്ണു പോവുകയാണ്. സത്യഭാമയോടെ കിടന്നുകൊണ്ട് പറയുക, ഒരുമ്പിട്ട് ഇറങ്ങിപ്പോകാൻ ഒരു കൂട്ടര്, അന്വേഷിച്ചു പോകാൻ വേറൊരു കൂട്ടര്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്? എല്ലാം അവസാനിക്കാൻ പോവല്ലേ ഭാമേ, ഇനി നീയായിട്ടൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് രാഘവേട്ടൻ മുറിക്കകത്തോട്ടങ്ങ് കേറിപ്പോയി. ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ടും അഹങ്കാരത്തോടെ സത്യഭാമ ഒരു കൂസലുമില്ലാതെ ആ ചേറിലങ്ങ് ഇരിക്കുവാണ്. ശാലിനിയും വിഷ്ണുവും അങ്ങനെ ഓരോ ഭാഗത്തൊക്കെ പോയി ശ്യാമയെ അന്വേഷിക്കുവാണ്. ആ സമയത്ത് ശാരദാമ്മ ശാലിനിയെ വിളിക്കുന്നുണ്ട്, മോളെ ശ്യാമയെ കണ്ടോ? ഇല്ലമ്മേ, അവളെ കുറിച്ച് ഒരറിവുമില്ല. നോക്കാവുന്നിടത്തൊക്കെ നോക്കി, ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുക. പിന്നെ എന്റെ കുഞ്ഞിതെവിടെ പോയി? എല്ലായിടത്തും തിരയുന്നുണ്ടമ്മേ. അവൾ വരും, അമ്മ ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ അറിയിക്കണേ മോളെ. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. വിഷ്ണു ആണെങ്കിൽ ശ്യാമയെ വിട്ട ഭാഗത്തും അവിടെ എല്ലാം അന്വേഷിക്കുവാണ്. ആ സമയത്ത് കമലന്റെ ഫോൺ വരുന്നു. എന്താ ആശാനെ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ? എടാ, ഒന്നും പറയണ്ടാടാ എന്റെ ആശാനെ. ഇത് ആശാന്റെ സ്ഥിരം വീട്ടിലെ പരിപാടിയായി മാറിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരു ജോത്സ്യരെ ഉടനെ കാണേണ്ട കാര്യമാണ് കേട്ടോ. എടാ കമല, ഇത് തമാശ പറയേണ്ട സമയമല്ല. എടാ, നീയോടെ ഒന്ന് അന്വേഷിക്ക്. നീ എല്ലാ സ്ഥലവും ഒന്ന് നോക്ക്. നിന്റെ ആ കമ്പനിക്കാരെ എല്ലാരോടും ഒന്ന് വിളിച്ചു പറ. എല്ലാരും ചേർന്നൊന്ന് നോക്കട്ടെടാ. ശരി, ഞാൻ എന്റെ വഴിക്കൊരു അന്വേഷണം നടത്താം. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആശാനെ വിളിച്ചു പറയാം. ആശാനെ, പിന്നെ ഇത് എപ്പോഴാ ഉണ്ടായത്? എടാ, ഞാനും ശ്യാമയും കൂടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് വെച്ച് അവള് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തി. അങ്ങനെ പോയ പോക്കാ. ആശാനെ, ആ പോക്കൊരു കുഴപ്പം പിടിച്ച പോക്കാണല്ലോ. നിങ്ങൾ പോയ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു ചെറിയ കച്ചട ഉണ്ടായടാ. കേൾക്കാൻ പാടില്ലാത്തതൊക്കെ അവൾ കേൾക്കുകയും ചെയ്തു. തിരിച്ചു വരുമ്പോൾ അവൾ അതിന്റെ ഒരു വിഷമത്തിലായിരുന്നു. ആശാനെ, എന്റെ ചെറിയ അറിവിൽ ഞാനൊരു കാര്യം പറയാം. നമ്മളെ പോലുള്ള ആണുങ്ങൾ എന്ത് സഹിക്കും? പോടാ പുല്ലേന്നും പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യും. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവരത് മനസ്സിൽ കയറ്റി ചിന്തിച്ചു കൂട്ടും. ആ ചിന്തയാണ് ആശാനെ അവരെ കൊണ്ടിങ്ങനെ പലതും ചെയ്യിപ്പിക്കുന്നത്. വിഷ്ണുവിനാകെ പേടിയായി. എടാ, നീ അതും ഇതൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തല്ലേ. ഇതിപ്പോ നിന്നോട് പറഞ്ഞത് വലിയ കഷ്ടമായി പോയല്ലോ. ഞാൻ നോക്കാം ആശാനെ. ആശാനെ നോക്ക്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അപ്പോഴാശാനെ വിളിച്ചു പറയാം.
ദൈവമേ, ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? വിഷ്ണുവും ശാലിനിയും ഓരോ വഴിക്കായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ശ്യാമയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണ്. രാഘവേട്ടനൊരു സ്വസ്ഥതയില്ല. രാഘവേട്ടൻ പിള്ളയോട് പറഞ്ഞു, എടോ പിള്ളേ, വിഷ്ണുവിനെ ഒന്ന് വിളിക്കടോ, എന്തായെന്ന് അറിയണ്ടേ, കണ്ടോ ഇല്ലയോ? എന്തോ ഒരാകപ്പാടെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാ. ഇരുന്നിട്ടാണെങ്കിൽ ഇരിക്കപ്പുറത്തിയും കിട്ടുന്നില്ല. ഈ സമയത്ത് സത്യഭാമ ആരെയൊക്കെയോ വിളിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. സത്യഭാമയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഇവളൊക്കെ പോയി തൊലഞ്ഞാലെന്താ? സത്യഭാമയ്ക്ക് സത്യഭാമയുടെ കാര്യം മാത്രം. രാഘവേട്ടൻ വിഷ്ണുവിനെ വിളിച്ച് ചോദിക്കുന്നു, എടാ മോനെ, ശ്യാമയെ കണ്ടോടാ? എന്തെങ്കിലും വിവരം കിട്ടിയോടാ? അച്ഛൻ വിഷമിക്കാതെ, ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ അച്ഛനെ ഞാൻ വിളിച്ചറിയിക്കാം. അപ്പോൾ ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലേ? അത് ഞങ്ങൾ പല വഴിക്കായിട്ട് തിരയുവാണ്, പലരോടും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവളെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അച്ഛൻ സമാധാനത്തോടെ ഇരിക്കേ. എടാ മോനെ, എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാവുന്ന നീ പറയുന്നേ? എടാ, കുടുംബത്തിലെ ഒരു അംഗത്തെയാണ് കുറെ നേരം കൊണ്ട് കാണാതിരിക്കുന്നത്. ജീവിച്ചിരിപ്പുണ്ടോ അതോ വല്ല കടുങ്കൈ കാണിച്ചോ എന്നൊന്നും അറിയത്തില്ലല്ലോ. സത്യഭാമ വീണ്ടും ഓരോരുത്തർക്ക് ഇങ്ങനെ ഫോൺ ചെയ്ത് സന്തോഷിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനൊന്നും വരില്ലച്ഛ, അച്ഛൻ അങ്ങനൊന്നും ചിന്തിക്കാതെ. അതെങ്ങനെയാടാ നിനക്ക് പറയാൻ പറ്റുന്നത്? എടാ, കാലം വല്ലാത്ത കാലവാ. മനസ്സിന് ദുർബുദ്ധി തോന്നാനേ അധികം സമയമൊന്നും വേണ്ട. സമയം കളയാതെ എല്ലായിടവും പോയി അന്വേഷിക്കുമോനെ. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ അച്ഛനെ വിളിച്ച് പറയണേ. അതിപ്പോ എത്ര രാത്രിയായാലും വിളിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും വിവരം കിട്ടാതെ കിടന്നിട്ടൊരു കാര്യവുമില്ലല്ലോ. ഉറക്കം വരണ്ടേ? അച്ഛൻ കിടന്നോ, ഞാൻ വിളിച്ചോളാം. സത്യാമ്മ ഇങ്ങനെ ഫോണും പിടിച്ച് ഓരോരുത്തരെ വിളിക്കുന്ന കണ്ടിട്ട് രാഘവേട്ടൻ പിള്ളയോട് പറയാ, ദേണ്ട കണ്ടോടോ, ഇത് വല്ലതും ഇവളറിയുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലേ വെച്ചും വിളമ്പി ഇവിടെ പണിയെടുത്തോണ്ട് നടന്നവളെയാ കാണാതായിരിക്കുന്നത്. മരുമകളായിട്ട് കണക്കാക്കണ്ട, വീട്ടിലെ ഒരു ജോലിക്കാരിയായിട്ടെങ്കിലും കണക്കാക്കണ്ടേ? കണ്ടില്ലേ, വെറുതെ അല്ല ദുരിതങ്ങളെല്ലാം കൂടി ഈ വീട്ടിലോട്ട് വന്ന് ഭവിക്കുന്നത്. ഇതല്ലേ ഇവളുടെ സ്വഭാവം? രാഘവേട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് സത്യഭാമ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് വന്നിട്ട് പൊന്നി എന്ന് വിളിക്കുവാണ്. പൊന്നി, ഭക്ഷണം റെഡിയായെങ്കിൽ എടുത്തു വെക്ക്, കഴിക്കാം. കഴിച്ചിട്ട് കിടക്കണം. ഇന്നെന്താന്നറിയത്തില്ല, പെട്ടെന്ന് നല്ല വിശപ്പ് തോന്നുന്നു. രാഘവേട്ടനും പൊന്നിയും പിള്ളച്ചേട്ടനും എല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് സത്യഭാമയുടെ ഒരു ഭാവം കണ്ടിട്ട്. ശ്യാമയെ കാണാതായിട്ട് അവരുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. അവർക്ക് വല്ലാത്ത വിശപ്പ്, എളുപ്പം ഭക്ഷണം കഴിച്ച് കിടക്കണമെന്ന്. അന്താളിച്ച് നിൽക്കുന്ന പൊന്നിയെ നോക്കി പറയുക, പപ്പിമോൾ എവിടെ? അവളെയും വിളിക്ക്, അവൾക്കും ഭക്ഷണം കൊടുത്ത് നേരത്തെ കിടത്തി ഉറക്ക്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന പൊന്നിയെ നോക്കി രാഘവേട്ടൻ പറയുന്നു, എടുത്തു കൊടുക്ക്, കഴിക്കട്ടെ. ആര് ചത്താലും സാരമില്ല, സ്വന്തം കാര്യം സിന്ദാബ എന്ന് പറയുന്ന പോലാണ് ഭാമയുടെ കാര്യം. ഇപ്പോൾ ഈ വീട്ടിൽ നടന്നതൊന്നും അവൾക്കറിയാനേ പാടില്ല. ഒരു വല്ലാത്ത ജന്മം തന്നെ, കഷ്ടം. അത് കേട്ടിട്ട് സത്യഭാമ ചോദിക്കുക, അല്ല രാഘവേട്ടൻ ഇപ്പൊ വല്ലതും പറഞ്ഞായിരുന്നു? ഭാമേ, ദേ നീ കാണിക്കുന്നതൊക്കെ ദൈവത്തിന് നിരക്കാത്തതാ. ഈ വീട്ടിലെ ഇളയ മരുമകളെയാണ് കാണാതായിരിക്കുന്നത്. നിനക്കതിൽ ഒന്നും തോന്നുന്നില്ലേ? എനിക്കെന്ത് തോന്നാനാ? അവളെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി ചാകട്ടെ, എനിക്കെന്ത് ഛേദം? ഭാമേ, നീ എന്തോ ഈ പറയുന്നേ? രോഹിത്ത് പോയിട്ട് ഞാൻ സഹിച്ചില്ലേ, അതുപോലെ ഇതും ഞാനങ്ങ് സഹിക്കും. ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഭൂമിയിൽ നിനക്ക് മാത്രമേ കഴിയൂ. കാരണം ഞങ്ങൾക്കൊക്കെ ഒരല്പം മനസാക്ഷിയുണ്ട്. ഓ പിന്നെ മനസാക്ഷി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ആപത്ത് വന്നെന്നുള്ളൊരു ബോധം ഞങ്ങൾക്കുണ്ടേ. ആ ബോധമാണ് നിനക്കില്ലാത്തതും. വേണ്ട രാഘവേട്ട, കാണാതായ അവളെ തേടി നിങ്ങൾക്കും പോണമെങ്കിൽ ഇപ്പൊ പൊയ്ക്കോണം. അല്ലാതെ ഇവിടെ ഇരുന്ന ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്താ പറയുന്നെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. രാഘവേട്ടൻ, അയ്യോ കഷ്ടം. അപ്പിമോൾ ഓടി വന്ന് രാഘവേട്ടനോട് ചോദിക്കുന്നു, അച്ചച്ച, അമ്മ ഇതുവരെ വന്നില്ലല്ലോ. അമ്മ എന്താ വരാത്തെ? അമ്മ വരുമോളെ, അമ്മയ്ക്ക് യാതൊരു അപകടവും ഉണ്ടാവില്ല. നമ്മളുടെ എല്ലാം പ്രാർത്ഥന അമ്മയ്ക്കൊപ്പം ഉണ്ടല്ലോ. എന്റെ ഭഗവാനെ, ദുർബുദ്ധിയൊന്നും തോന്നിക്കരുത്. ഒരു പോറല് പോലും ഏൽക്കാതെ ഇവിടെ എത്തിച്ചേക്കണേ. അത് കേട്ടിട്ട് സത്യഭാമ പറയാ, എത്തിക്കും അങ്ങ് പരലോകത്തേക്ക്. അവൾക്കൊക്കെ ഇതും ഇതിനപ്പുറവും വരണം. രാഘവേട്ടന് പല്ല് കടിക്കുക, എഴുന്നേറ്റ് രണ്ട് പൊട്ടിക്കണമെന്നൊക്കെ രാഘവേട്ടന് മനസ്സിൽ തോന്നുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ രോഹിത്ത് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് നീറി കരഞ്ഞുകൊണ്ട് അവളിങ്ങനെ അമ്പലക്കുളത്തിലോട്ട് ഇറങ്ങി പോവുകയാണ്. എല്ലാവരോടും മാപ്പ്. എന്നെ സ്നേഹിക്കുന്ന എന്റെ കുഞ്ഞേച്ചി, എന്നെ കഷ്ടപ്പെട്ട് ഇത്രത്തോളം ആക്കിയ എന്റെ അമ്മ, എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ശ്യാമ എന്ന ഈ ഒരു പൊട്ടിപ്പെണ്ണ് എന്നേക്കുമായി ഒരു പൊട്ടത്തരം കാണിക്കാൻ പോകുന്നു.
കുറ്റപ്പെടുത്തുമായിരിക്കും, പരിഭവം പറയുമായിരിക്കും. എന്നാലും ഞാൻ ഈ ചെയ്യുന്നതിന് എന്റേതായ ഒരു ന്യായം എനിക്കുണ്ട്. അതിൽ ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഈ ജീവിതം എന്നേക്കുമായി ഞാൻ ഈ ക്ഷേത്രക്കുളത്തിൽ അർപ്പിക്കുന്നു എന്നും പറഞ്ഞ് ശ്യാമ കരഞ്ഞോണ്ട് ആ കുളത്തിലോട്ട് ഇറങ്ങി പോവുകയാണ്. പാവം, എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് ജീവിച്ചതാണ്. ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തകർന്നൊടിഞ്ഞപ്പോൾ ശ്യാമയുടെ നിയന്ത്രണം തന്നെ വിട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ശ്യാമ ആത്മഹത്യ ചെയ്യുവോ അതോ അവളെ ആരെങ്കിലും രക്ഷിക്കുവോ എന്നുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റ്സും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.